ഞാനാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ 2-3 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സംഭവം ഒന്നുമല്ല, നമ്മളൊരു റോഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വണ്ടിയിൽ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വലതുവശത്തോട്ട് നമ്മൾ എന്തായാലും കയറ്റും. മനസ്സിലായില്ലേ? അപ്പം കൂടുതലും പേര് കമന്റ് ഇട്ടേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ കയറ്റാൻ പാടില്ല എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള റോഡൊക്കെ ആണെങ്കിൽ വളരെ റയറാണ്. അങ്ങനെയൊക്കെയുള്ള റോഡ് ഓപ്പോസിറ്റ് വണ്ടി വരാത്തുള്ള റോഡിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ തൃശ്ശൂർ പാലക്കാട് ഹൈവേ ഒക്കെ കയറി പിടിക്കേണ്ടി വരും. അപ്പോൾ അത്രയും ദൂരം നിങ്ങൾ ഓവർടേക്ക് ചെയ്യാതെ തന്നെ കരുനാഗപ്പള്ളിയിൽ നിന്ന് എറണാകുളം വരെ അല്ലെങ്കിൽ തൃശ്ശൂർ വരെ നിങ്ങൾ പോകുമോ? ഞാൻ പോകത്തില്ല. ഞാൻ എന്തായാലും ഓവർടേക്ക് ചെയ്തു. ഇപ്പോൾ കാറാണെങ്കിലും ബസ്സാണെങ്കിലും ലോറി ആണെങ്കിലും ഓവർടേക്ക് ചെയ്യും. പക്ഷേ എനിക്ക് ലോറിയുടെയും ബസ്സിൻ്റെയും ലൈസൻസ് ഇല്ല, ബൈക്കിൻ്റെയും കാറിൻ്റെയും മാത്രമേ ലൈസൻസ് ഉള്ളൂ. അപ്പോൾ ഒരു പക്ഷേ ഞാൻ കാറിലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഓവർടേക്ക് ചെയ്തിരിക്കും. കാരണം കരുനാഗപ്പള്ളിയിൽ നിന്ന് എറണാകുളം വരെ ഏകദേശം 130-150 കിലോമീറ്റർ ഉണ്ട്. തൃശ്ശൂർ വരെ അതിൽ കൂടുതലുണ്ട്. അപ്പോൾ അത്രയും കിലോമീറ്റേഴ്സ് ഞാൻ ഓവർടേക്ക് ചെയ്യാതെ ഏതെങ്കിലും ഒരു വണ്ടിയുടെ പുറകിന് പിടിച്ച് പോകുന്നതാണോ? ഒരുത്തനും പോകത്തില്ല. ഈ കമന്റ് ഇട്ട ഒരുത്തൻ പോലും ആ രീതിയിൽ പോകത്തില്ല. മനസ്സിലായോ? അപ്പോൾ ചുമ്മാ കയറി കമന്റ് ഇട്ട് വായ്ത്തല അടിക്കാതെ കാര്യങ്ങളെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ട് മറുപടി പറ. കുറേ നെഗറ്റീവ് കമൻറ്റ്സ് എനിക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ ഈ വീഡിയോ യൂട്യൂബിലായിരിക്കും അപ്ലോഡ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കയറി ഞാനിട്ട വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താ, കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമ്മളൊരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യാനാണെങ്കിൽ നമുക്ക് വലത്തോട്ട് കയറ്റിയെങ്കിലേ പറ്റത്തുള്ളൂ. ബൈക്കിലെ കാര്യമല്ല, ഇപ്പം ബൈക്കിലാണെങ്കിലും കാറിലാണ് ബസ്സിലൊക്കെ ആണെങ്കിൽ കൂടുതൽ ഞാൻ പറയുന്നത്. അപ്പം ഓപ്പോസിറ്റ് വരുന്നവന്മാർ ഇടതുവശത്തോടെ ഒഴിഞ്ഞു പോകാൻ സ്ഥലമുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇടതുവശത്തോടെ കയറ്റി പോകാൻ സ്ഥലം ഉണ്ടെങ്കിൽ പോലും ഇവന്മാർ ഒരു വണ്ടി അല്ലെങ്കിൽ ഒരു ബസ് അല്ലെങ്കിൽ ഒരു കാറ് അല്ലെങ്കിൽ ഒരു ബൈക്ക് ഓവർടേക്ക് ചെയ്ത് കയറി വരുന്നത് കണ്ടു കഴിഞ്ഞാൽ കൈ കൊടുത്ത് സ്പീഡ് കൂട്ടിയിട്ട് ഇവന്മാർ മുന്നേ കൊണ്ടുപോയി ചവിട്ടിയിട്ട് വീഡിയോ എടുത്ത് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ റോഡിൽ കാണുന്നത് പട്ടിഷോ കാണിക്കുക ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ യൂട്യൂബിലിട്ട് നമ്മൾ ഓവർടേക്ക് ചെയ്ത ആളെ മാനഹാനിപ്പെടുത്തുക. അങ്ങനെയുള്ള കുറേ ഹോബീസുള്ള കുറേ നായ്ക്കളുണ്ട്. നായ്ക്കളെന്ന് പറഞ്ഞതിന് ക്ഷമിക്കുക, അത്രയ്ക്ക് എനിക്ക് ദേഷ്യം വന്നുകൊണ്ടാണ്. കാരണം എൻ്റെ ഫേസ്ബുക്കിലെ പേജിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ അവന്മാർ കയറി എന്നെ ഒരു ഭയങ്കരമായിട്ട് തെറി വിളിച്ചു. അപ്പോൾ ആ ഒരു അരിശം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ നായ്ക്കളി എന്നുള്ള വാക്കി ഉച്ചരിച്ചത്. ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇടവിട്ടുള്ള വരകളുള്ള റോഡാണെങ്കിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഇന്ത്യൻ ഗതാഗത റൂൾ അനുസരിച്ച് ഇടവിട്ടുള്ള വരകളിൽ നമുക്ക് ഓവർടേക്ക് ചെയ്യാവുന്നതാണ്, ചെയ്യണം. അത് ഓപ്പോസിറ്റ് എന്തായാലും വണ്ടി വന്നിരിക്കും. അതായത് ഒരു ഓപ്പോസിറ്റ് വരുന്ന വണ്ടി തൊട്ടടുത്തല്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്ത് നമ്മുടെ തൊട്ട് മുന്നിലുള്ള വണ്ടീനെ കവർ ചെയ്യുന്ന ആ ഒരു സമയത്തിനുള്ളിൽ ഓപ്പോസിറ്റുള്ള വണ്ടി നമ്മുടെ അടുത്ത് എത്തത്തില്ല എന്നുള്ളൊരു കോൺഫിഡൻസ്, അതൊരു മൈൻഡ് കാൽക്കുലേഷനാണ്. അപ്പോൾ അത് അനുസരിച്ച് ഞാനിപ്പോൾ ഓവർടേക്ക് ചെയ്താൽ കയറി വന്നത്, മനസ്സിലായില്ലേ? ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ടായിരുന്നു, അത് അടുത്തെത്തുന്നതിന് മുമ്പ് ഞാൻ ഓവർടേക്ക് ചെയ്തു. ഇവിടെ വരയും കുറിയൊന്നുമില്ല, എന്നിട്ടും നമ്മുടെ ഒരു മൈൻഡ് കാൽക്കുലേഷനാണത്. അതനുസരിച്ചാണ് ഞാനിപ്പോൾ ഓവർടേക്ക് ചെയ്തത്, മനസ്സിലായില്ലേ? അപ്പം ആ രീതിയിലാണ് എല്ലാവരും ഓവർടേക്ക് ചെയ്യുന്നത്. ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന ആ ഒരു മഹാന്മാർ പോലും ആ ഒരു മൈൻഡ് കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ഓവർടേക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വണ്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മരുഭൂമി കൂടെ ഒന്നും അല്ല വണ്ടി ഓടിക്കുന്നത്, ഹൈവേ കൂടെയാണ്. ഓപ്പോസിറ്റ് എന്തായാലും വണ്ടി വരും. അപ്പം ഓപ്പോസിറ്റുള്ള വണ്ടി അടുത്തെത്തുന്നതിന് മുന്നേ ഓവർടേക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ ഒരു പവറും ടോർക്കും നിങ്ങളുടെ ഒരു മനോധൈര്യമൊക്കെ അനുസരിച്ചിരിക്കും ആ കാര്യം, മനസ്സിലായില്ലേ? അപ്പം ഞാനൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്ന സമയത്ത് ഒരു വണ്ടി മറ്റൊരു വണ്ടി ഓവർടേക്ക് ചെയ്ത് നമ്മുടെ നേരെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ വണ്ടിയുടെ ബ്രേക്കിനകത്ത് ഒന്ന് കാര്യം ഔട്ടാ, വണ്ടി ഒന്ന് സ്ലോ ആക്കുക. ഇടത്തോട്ട് സ്ഥലം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഇടത്തോട്ടും കൂടി ഒന്ന് ഒതുക്കുക. നിർത്തണമെന്നല്ല, ഒന്ന് സ്ലോ ചെയ്ത് ഇടത്തുവശം മാറിപ്പോവുക, അത്രേ വേണ്ടൂ. ഓപ്പോസിറ്റ് ഓവർടേക്ക് ചെയ്ത് കയറി വരുന്ന വണ്ടി ഉണ്ടെങ്കിൽ അവരുടെ വഴിക്ക് അങ്ങ് പൊക്കോളും. നമ്മളെന്തിനാണ് അവരെ ബ്ലോക്കാക്കി ബാക്കിയുള്ളവരെ കൂടി ബുദ്ധിമുട്ടിക്കണം? അതിൻ്റെ ഒരു ആവശ്യമില്ല. അത്രയും ഞാനൊരു ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ പറഞ്ഞുള്ളൂ. ഭയങ്കരമായിട്ട് ഫേസ്ബുക്കിൽ എൻ്റെ പേജിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ അങ്ങ് തെറിയഭിഷേകമാണ്. ഞാൻ ഏതാണ്ട് മന്ദബുദ്ധിയാണ് എന്നുള്ള രീതിയിലാണ് അവന്മാർ തെറിയഭിഷേകം ചെയ്തേക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, തെറിയഭിഷേകമൊന്നുമില്ല. ഓരോരുത്തരുടെ തോട്ടുണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ ചിന്താഗതി ആയിരിക്കത്തില്ല മറ്റുള്ളവരുടെ. അപ്പോൾ അവരുടെ തോട്ട് അവർ പറയുന്നുണ്ട്. നെഗറ്റീവ് പറഞ്ഞുവിടുക, നമുക്ക് വിഷയമില്ല. അപ്പോൾ നമ്മൾ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്താനും തയ്യാറാണ്. പക്ഷെ തെറി വിളിക്കുന്നത് എന്തിനാണ്? ഫേസ്ബുക്കിൽ കയറി കഴിഞ്ഞാൽ ഫേസ്ബുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ വെറും ബോറന്മാരാണ്. എന്നാ തെറി വിളിയത്? ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞു കഴിഞ്ഞാൽ മെച്യൂർഡായിട്ടുള്ള ആൾക്കാരാണ്. അവന്മാർ കാര്യത്തോടെ തന്നെ മുഖത്തോക്കി തന്നെ പറയുന്ന ടൈപ്പാണ്. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും തെറിവിളിയൊന്നുമില്ല.
തെറിവിളിയൊക്കെ നിലവാരമില്ലാത്ത ഐറ്റംസാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. നമ്മളെ ഒരു വണ്ടി, നമ്മളെയല്ല, നമ്മൾ ഇപ്പോൾ വഴി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഓപ്പോസിറ്റ് ഒരു വണ്ടി വേറൊരു വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് കയറി വരുന്നത് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? റോഡിലൊരു മര്യാദ. നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ്, അല്ലാതെ അമേരിക്കയിലോ ഗൾഫിലോ യൂറോപ്പിലോ ഒന്നും അല്ല. ഇവിടുത്തെ ഒരു ഗതാഗത റൂൾ ഈ രീതിയിലൊക്കെ തന്നെയാണ്, മനസ്സിലായില്ലേ? അപ്പം അഡ്ജസ്റ്റ്മെൻ്റാണ് ഇവിടുത്തെ ഒരു റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് ആക്സിഡൻറ്റ് ഉണ്ടാവാതെ വണ്ടി ഓടിക്കാൻ നമുക്ക് ഏറ്റവും വേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റാണ്. അപ്പം ഓപ്പോസിറ്റ് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറി വരുന്ന കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് സ്ലോ ചെയ്യുക. തൊട്ടടുത്തെത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, അവനെ ബ്ലോക്ക് ചെയ്തു, അതിലൊരു മാറ്റമില്ല. തൊട്ടടുത്തെത്തിയിട്ടാണ് അവന്മാർ ഓവർടേക്ക് ചെയ്ത് കയറി വരുന്നത് എന്നുണ്ടെങ്കിൽ 100% ബ്ലോക്ക് ചെയ്തു, ഒരു കുഴപ്പമില്ല, മനസ്സിലായില്ലേ? അത് അവൻ കാണിക്കുന്നത്, ഓപ്പോസിറ്റ് ഓവർടേക്ക് ചെയ്ത് കയറി വന്നവൻ കാണിക്കുന്നത് തന്തയിലായ്മയാണ്. പക്ഷേ ബഹുഭൂരിപക്ഷം അങ്ങനെ അല്ല. ബഹുഭൂരിപക്ഷം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറി വരുന്ന കണ്ടാൽ ഈ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാരന്മാർ സ്പീഡ് കൂട്ടി അവൻ്റെ മുന്നിൽ ഇടത്തോട്ട് മാറിപ്പോകാൻ സ്ഥലം ഉണ്ടെങ്കിൽ പോലും അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ബ്രേക്ക് ചവിട്ടിയിട്ട് പട്ടി ഷോ കാണിക്കും, വീഡിയോ വൈറലാവണം, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ളവന്മാർക്കെതിരെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ബസ്സും കാറും ഒന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. ബസ് ഓളികൾ മാത്രമല്ല, കാറോളികളും ഈ മാതിരി തന്തയിലായ്മ കാണിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? അതായത് സ്ഥലമില്ലാത്ത അല്ലെങ്കിൽ കുത്തിക്കയറ്റിക്കൊണ്ട് ഓവർടേക്ക് ചെയ്ത് കയറി വരുന്ന കാറോളികളും ഉണ്ട്. അവന്മാരെയൊക്കെ നമുക്ക് മാറ്റി നിർത്തണം, അവന്മാരൊക്കെ നെഗറ്റീവാണ്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇടതുവശത്തോട്ട് ഒഴിഞ്ഞു പോകാൻ സ്ഥലം ഉണ്ടെങ്കിൽ ഒഴിഞ്ഞു പോവുക. കാരണം ഓപ്പോസിറ്റ് വരുന്നമാർക്കും കയറി പോകണ്ടേ. ഈ ഒരു മൈരം കാണിക്കുന്നുണ്ട്. സോറി ഗേസ്, ഞാൻ ഈ വീഡിയോക്കകത്ത് ഞാൻ ചീത്ത വിളിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവനാണെങ്കിൽ ഇടത്തോട്ട് ഒതുക്കുന്നില്ല, അവൻ ഓവർടേക്ക് ചെയ്ത് നന്നായി കയറി ആ കാറിൻ്റെ ഫ്രണ്ട് കയറി അവൻ കയറി ബ്രേക്ക് ഔട്ട് അത് ചെയ്യുന്നില്ല, ഓവർടേക്ക് ചെയ്യത്തുമില്ല. ആ കാറിൻ്റെ പുറകിൽ റൈറ്റ് സൈഡിൽ കൂടെ കയറി. ഇങ്ങനെയുള്ള കാറോളികളെ പറ്റിയാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത്, മനസ്സിലായില്ലേ? ഒരു ബോധമില്ലാത്ത ലൈസൻസ് എങ്ങനെ കിട്ടിയെന്ന് ദൈവം തമ്പുരാനും അവനും മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെയുള്ള കുറേ ഡാഷ് മക്കളുണ്ട്. നിങ്ങൾക്കൊരു എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നുള്ളൂ. ഈ ഒരു ക്യാരക്ടറുള്ള കാറോളികൾ, ബൈക്കോളികൾ, ബസ്സോളികൾ, ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പ്രതികരിക്കാം. പക്ഷെ പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ഇപ്പം നീമാരാരെങ്കിലും ഏതെങ്കിലും ഒരാൾ പ്രതികരിക്കുന്ന റോഡിൽ ഞാൻ ബ്ലോക്കിൽ പെട്ട്, നിങ്ങൾ കാരണം ഞാനാണ് ബ്ലോക്കിൽ പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ റിയാക്ഷൻ ഭയങ്കരമായിട്ട് വൾഗറായിരിക്കും, അത്യാവശ്യം അഗ്രസീവായിരിക്കും. ഞാൻ പിടിച്ചിട്ടിരിക്കുമെന്ന് പറഞ്ഞാൽ ഒരു സംശയം വേണ്ട. എൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ ഇടത്തുവശത്തോടെ കയറി പോകാൻ സ്ഥലമുണ്ട്, എന്നിട്ട് റോഡിൽ ബ്ലോക്കാക്കി ഓപ്പോസിറ്റ് ഓവർടേക്ക് ചെയ്ത് കയറി വണ്ടീനെ ബ്ലോക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് കാരണം ഞാൻ എൻ്റെ വണ്ടി ബ്ലോക്കിൽ പെട്ട് കിടക്കുകയെന്നുണ്ടെങ്കിൽ ഇറങ്ങി വന്ന് പിടിച്ചിട്ട് ഞാൻ ഇടിക്കും. ഇന്നവരെ എനിക്കങ്ങനെ നേരിട്ടൊരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മാത്രം ഞാനൊന്നും ആരെയും വ്യക്തിപരമായിട്ട് പറയുന്നില്ല. പക്ഷേ ഒരു പക്ഷേ എൻ്റെ ഒരു ക്യാരക്ടറുള്ള മറ്റൊരാളാണ് അവിടെയെങ്കിൽ ഇറങ്ങി വന്ന് പിടിച്ചിട്ടിടിക്കും. കാരണം അവൻ എന്ത് അധികാരമുള്ള ബാക്കിയുള്ളവരെ ബ്ലോക്കാക്കാൻ? ഒരാളുടെ ഗതാഗതപരമായിട്ട് അയാളുടെ വഴി നടക്കാൻ അല്ലെങ്കിൽ വഴി യാത്ര ചെയ്യാനുള്ള തടസ്സം ഉണ്ടാക്കാൻ ഒരാൾക്കും അധികാരമില്ല ഈ ഇന്ത്യയിൽ. ഒരാളുടെ മൗലിക അവകാശമാണ് ഗതാഗതം നടത്താനുള്ളൊരു അവകാശം എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അത് തടസ്സപ്പെടുത്താൻ ഒരാൾക്കും അവകാശമില്ല. ഇപ്പം ഇങ്ങനെയുള്ള ഏതെങ്കിലും കാറോളികളോ ബൈക്കോളികളോ കാരണം എൻ്റെ വണ്ടി ബ്ലോക്കിലാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അമ്മാതിരി അഗ്രസീവായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ സുരക്ഷ നിങ്ങൾ കണക്കിലെടുത്ത് ഇടത്തുവശത്തോട്ട് ഒതുങ്ങിപ്പോകാൻ സ്ഥലം ഉണ്ടെങ്കിൽ ഒതുങ്ങിപ്പോവുക. റോഡ് എല്ലാവർക്കും ഒരേപോലെയാണ്, മനസ്സിലായില്ലേ? ഓവർടേക്ക് ചെയ്യാനുള്ള അനുവാദം ഉള്ളവിടെ, അതായത് മഞ്ഞ വരകൾ, 2 വരകൾ, ഇടവിടാത്ത വരകളൊക്കെയുള്ള റോഡിലൊക്കെ ആണെങ്കിൽ ഓവർടേക്ക് ചെയ്യുന്നത് കുറ്റകരമാണ്. അങ്ങനെയുള്ള റോഡിൽ ഓവർടേക്ക് ചെയ്യാൻ വിടണ്ട. ഇടവിട്ടുള്ള വരകളുള്ള റോഡിൽ ഓവർടേക്ക് ചെയ്തൊരു വണ്ടി കയറി വരുമ്പം അവർക്ക് ഓവർടേക്ക് ചെയ്ത് കയറി പോകാനുള്ളൊരു അവസരം നിങ്ങളായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ അതും ബ്ലോക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല, അവകാശമില്ല.
ഇപ്പം ഞാൻ കാറിനകത്തുനിന്ന് വരച്ചേ. കാരണം സംഭവമൊന്നുമില്ല, കരുനാഗപ്പള്ളി ടൗണിലെ റോഡ് ഈ രീതിയിലാണ്. മൊത്തം റോഡ് പണി നടക്കുന്നുണ്ട്, മൊത്തം കുണ്ടും കുഴിയൊക്കെയാണ്. മനുഷ്യർ പ്രാന്ത് കയറി ഇതിനകത്തോട് പോകുന്നതിന്. അയ്യോ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, എന്നെ ഉപദേശിക്കാൻ വരുന്ന അല്ലെങ്കിൽ എൻ്റെ കമൻറ്റിന് നെഗറ്റീവ് ഇടാൻ വരുന്ന അവന്മാർ, നിൻ്റെയൊക്കെ ഹിസ്റ്ററിയിൽ എത്ര ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യും. ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സ് മുതൽ ബൈക്കും കാറും ഓടിക്കാൻ തുടങ്ങിയതാണ്. ഇന്നേ വരെ എൻ്റെ ലൈഫിൽ ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഇല്ല. അതറിയാം നിങ്ങൾക്ക്. ഞാനാണെങ്കിൽ റോഡിലെ റൂൾസ് പാലിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ പാലിക്കുന്നത്. എല്ലാം ഒന്നും പാലിക്കുമെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല, കാരണം സ്പീഡൊക്കെ നമുക്ക് പാലിക്കാൻ പറ്റുന്നതൊന്നുമല്ല. ബാക്കിയൊക്കെ 99% ഞാൻ പാലിക്കാറുണ്ട്, സ്പീഡിൻ്റെ കാര്യം ഒഴിച്ച്. കാരണം റോഡ് ഫ്രീ ആയിട്ട് ഇടയ്ക്ക് എന്തെങ്കിലും കൈ കൊടുത്ത് പോകും. ചിലപ്പോൾ അവിടെ 60 കിലോമീറ്റർ സ്പീഡിൽ പോകാൻ പറ്റത്തുള്ളൂ എന്നായിരിക്കും റൂള്. അത് ഞാൻ പാലിക്കാറൊന്നുമില്ല, മനസ്സിലായി. ചിലപ്പം ആ 60ൻ്റെ സ്ഥാനം ഞാൻ ചിലപ്പോൾ 150 പോകുന്നത്. കയ്യിരിക്കുന്ന വണ്ടി ഡോമിനാറാണല്ലോ. അതുകൊണ്ട് അപ്പം ഈ ഒരു റൂള് ഫോളോ അപ്പ് ചെയ്ത് വണ്ടി ഓടിക്കുന്ന മഹാന്മാരാണോ ബാക്കിയുള്ളവന്മാർ? ഒരിക്കലും അല്ല. ചുമ്മാ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കമൻറ്റ് ബോക്സിൽ കയറിയിട്ട് വായ്ത്താറം അടിക്കാനല്ലാതെ ഒരു വായിക്കാൻ കൊള്ളത്തില്ല എന്ന് എനിക്ക് നല്ല ഭംഗി അറിയാം. അതുകൊണ്ടാണ് ഞാൻ ആ കമൻസിനകത്ത് കയറി റീപ്ലൈ കൊടുക്കാതെ ഇതേപോലുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നത്. കൂടുതൽ ഞാൻ പറയുന്നില്ല, കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. കാരണം ഇൻസ്റ്റാഗ്രാമിലാണ് ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റിയുള്ള വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം യൂട്യൂബിലാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ വെടിപ്പാട്ട് മനസ്സിലായി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവാണോ, കമൻറ്റാണോ, തന്തയ്ക്ക് വിളിക്കാനാണോ, അനുമോദിക്കാനാണോ എന്നൊക്കെ നിങ്ങൾക്ക് ആലോചിക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻ്റ് ഇട്ട് പറയുക. ഓക്കെ ഗൈസ്, തിരുവോണ ദിവസമായിട്ട് വൈഫിൻ്റെ വീട്ടിലോട്ട് പോകാം. വൈഫുണ്ട് പിന്നല്ലേ. അപ്പം റോഡൊക്കെ ഭയങ്കര ബ്ലോക്കാണ്. ബ്ലോക്കെന്ന് പറയാൻ പറ്റില്ല, മൊത്തം പണിയും കുണ്ടും കുഴിയും. കാറൊക്കെ അവർ സ്വിഫ്റ്റൊക്കെ വരുന്നു നോക്കി, കുഴിക്കകത്തൂടെ ചാടിയൊക്കെ. അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം ശരി, എന്നാൽ നീ വേറൊരു വീഡിയോക്കകത്ത് കാണാം. ബൈ ബൈ.